അപ്പം തന്നെ നിങ്ങൾ ഈ വണ്ടി പോകില്ല എന്ന് പറഞ്ഞാൽ വാച്ചെടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫയൽ ക്ലോസ് ആണേ. പിന്നെ ഇവിടെ വന്നിട്ടും കാര്യമില്ല, ചെറുത് വന്നിട്ടും കാര്യമില്ല. ഞാൻ എല്ലാം ചുട്ടിക്കൂട്ടി നിങ്ങളുടെ തലയിൽ തന്നെ ഇട്ടും ആ വണ്ടി വിട്ടേക്കാൻ പറയും. എന്താ കാര്യം? അവർ ദൈവത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, എങ്ങനെ എത്രയും വേഗം അവർക്ക് വീട്ടിലെത്താൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത്. മറിച്ച് അത് എപ്പോഴും നമ്മളെ മറ്റ് വിഷയങ്ങളുടെ സമ്മർദ്ദങ്ങൾ എപ്പോഴും നിങ്ങളെ ബാധിക്കും, ഗുരുതരമായിട്ട് ബാധിക്കും. എപ്പോഴും എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവ തിരുസന്നിധിയിൽ നിങ്ങൾ നിൽക്കുമ്പോഴും വരുമ്പോഴും ഒരു വിഷയം കർത്താവിൻ്റെ കയ്യിലാണ് ഫയലെങ്കിൽ മറ്റ് വിഷയങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വിഷയം പ്രോസസ്സിങ്ങിലാണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ദൈവത്തെ പറയണ എൻ്റെ കൂട്ടുകാരത്തെ കൂടി സ്വിറ്റ്സർലൻഡിൽ വന്നാൽ നല്ലതായിരുന്നെന്ന് പറയും. അവൾ വന്നില്ലേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തുമില്ല. അത് ദൈവത്തെ അറിയാമെങ്കിൽ ഈ ഫയൽ ദൈവം വെട്ടിക്കളയും. അതാണ് വിഷയം. കാര്യം ഈ കൂട്ടുകാരത്തെ അവളുടെ ഇടപാടുകളും ബന്ധമൊക്കെ എത്ര കാലം നിൽക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. നിനക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്തത് കൊണ്ട് നീ ഇപ്പോൾ ഒരു വൈകാരികമായ അടിമയായിട്ട് ജീവിക്കുകയാണ്. ഈ മറ്റുള്ളവരുടെ അടിമയായ ആൾക്കാരെ ദൈവം ആ വിഷയം ടേക്കപ്പ് ചെയ്യത്തില്ല. ഇപ്പം എപ്പോഴും വലിയ പ്രശ്നം ദൈവദൃശ്യന് വരുമ്പോൾ എന്തെങ്കിലും വിഷയത്തിൻ്റെ വ്യക്തികളുടെ അടിമയാണോ നീ എന്ന് ഓർക്കണം. അത് തന്നെയല്ല, അതിനെല്ലാം കൂടി ഈശോ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? അത് ദൈവാരൂപി തന്നെ ആയിരിക്കണം, അത് ലോകാരൂപിയോ ദുഷ്ടാരൂപിയോ ഒന്നും ആയിരിക്കരുത്. ഇപ്പം ആൻറ്റിയുടെ മകള് സ്വിറ്റ്സർലൻഡിൽ പോയതുകൊണ്ട് നിങ്ങളും കെട്ടിയെടുത്ത് പോകാനാണെങ്കിൽ അത് മത്സരമാണ്, ലോകാരൂപിയാണ്. നിങ്ങളെ ലൈനടിച്ച് വെച്ചിരിക്കുന്ന പയ്യനെ കല്യാണം കഴിച്ചിട്ട് വീട്ടിലെ പറമ്പ് എല്ലാം കടത്തിലാക്കി നിങ്ങൾ ഒരു ജോലി ഒപ്പം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നാത്തൂനിട്ടൊരു പണി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവളെങ്ങനെ ജീവിക്കുമെന്ന് നോക്കട്ടെ. അപ്പനെ കയ്യിലെടുക്കുകയുള്ളൂ. കയ്യിലെടുത്തിട്ട് അപ്പനെ ചൊറുകിയും മാന്തിയും ഒക്കെ വശത്താക്കിയിട്ട് അവൾക്ക് ലോൺ എടുക്കാൻ വേണ്ടി വീടും പുരയുടെ ഒപ്പിച്ച് വെക്കും. എന്നിട്ട് ഈ ലോൺ എടുത്ത് അവൾ കാനഡയിൽ പോവുകയും ചെയ്യും. അവിടെ പോയി വെച്ചും അവൾ ലൈനടിച്ച പയ്യനുമായിട്ട് അവൾ ജീവിക്കുകയും ചെയ്യും. 5 പൈസ ലോൺ അടക്കത്തുമില്ല. അപ്പം നാത്തൂനും ആങ്ങളെയും പരുവക്കേടാവും. ഇതാണ് കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളൻ വരുന്നതെന്ന്. ഇത് നശിപ്പിക്കുകയല്ലേ ആങ്ങളുടെ ജീവിതം. ഇപ്പം ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തുവിൻ്റെ കണ്ണീര് കണ്ടാലും മതി. അപ്പം ആ ഒരു വകുപ്പിലാണ് അന്തർഭൗമ അടിയൊഴുക്കുകളുണ്ടാകും. ചിലപ്പോൾ പല നിയോഗങ്ങളുടെയും പ്രശ്നം നനഞ്ഞ നിയോഗങ്ങളാണ്. ഇന്നത്തെ അന്തർഭൗമ അടിയൊഴുക്കുകളുണ്ട്. കർത്താവ് ഇതെല്ലാം സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. പല ആൾക്കാരും അവരുടെ തന്നെ ശിക്ഷാവിധി പാനം ചെയ്യുന്നുണ്ട് ഉടമ്പടി വെച്ചുകൊണ്ട്. Take the word of God. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 11:29. 1 കൊരിന്തോസ് ഒരു എക്സ്പ്രഷൻസ് ഓഫ് ദി ബൈബിളാണ്. എന്താണ്? അവരുടെ കയ്യിരിപ്പ് കാരണം അവരുടെ ശിക്ഷാവിധി തന്നെയാണ് അവർ പാലനം ചെയ്യണത്. എൻ്റെ ഫെയിലിയർ ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റം. ചില ആൾക്കാർ ഒന്ന് ചെയ്താലും ഗതി പിടിക്കത്തില്ല. എന്താ കാര്യം? വളഞ്ഞ വഴി മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നേരെ തൊടുന്നതിന് ശരി അവരിങ്ങനെ തൊടത്തുള്ളൂ. ഗേറ്റ് തുറന്ന് കിടന്നാലും ശരി മധുരം ചടിയേ കയറത്തുള്ളൂ. അതവരെ പഠിച്ചുപോയി. ഈ കുരുഷ്ട പരിപാടിയും കൊണ്ട് എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിലൊരു കുനിഷ്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈശോ വരുമ്പോൾ തന്നെ യോഹന്നാൻ പറയും, ആദ്യമേ തന്നെ ഈശോയാണ് ഹൃദയത്തിലേക്ക് സംഭവിക്കണമെങ്കിൽ വളഞ്ഞവ ഋജുവാക്കേണ്ടി വരും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുനാഥ
സ്നേഹമേ ശ്രദ്ധിപ്പാട്. ലൂക്കാ 3:4-5 തിരുവചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, കുന്നും മലയും നികത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുവരുത്തവ മൃദുവാക്കപ്പെടും. പരുവരുത്തവ മൃദുവാക്കപ്പെടും. ഇത്രയും കാര്യം ലൈഫിൽ സെറ്റായാൽ ഉടമ്പടി പെട്ടെന്ന് ഫയറാകാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ലൂക്ക 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഒന്നൊരു വായിച്ചേ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, താഴ്വരകൾ നികത്തപ്പെടും, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, കുന്നും മലയും നികത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുവരുത്തവ മൃദുവാക്കപ്പെടും. ഇവിടെ മൃദുത്വമാണ് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് നോമെന്ന് പറയണത്. കൃപ പ്രവർത്തിക്കാൻ പറ്റിയ, മനസ്സിലായില്ലേ? മൃദുത്വമില്ലേ, അതാണ് ഒരു സ്റ്റാൻഡേർഡ് നോമെന്ന് പറയണത്. നിങ്ങളുടെ എടുത്തുചാട്ടക്കാരും മുൻകോപികളൊക്കെ ആണെങ്കിൽ മൃദുഭാവം കൈവരിക്കേണ്ടി വരും. അല്ല, ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല. നിങ്ങൾ എടുത്തുചാട്ടക്കാരും മുൻകോപികളുമാണെങ്കിൽ പതുക്കെ, പരവെപ്പുകാരും സൂചിവെപ്പുകാരും ആണെങ്കിൽ, കണ്ടവൻ്റെ അന്നം മുടക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ താഴ്വരകളെല്ലാം നിവർത്തപ്പെടും. ഈ കാര്യങ്ങളെല്ലാം ഇതിന് നമ്മളൊരു ഓപ്പൺ ടു ദി സ്പിരിറ്റ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോടൊരു തുറയുകയാണ്. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ ആ ചെയ്യണ കാര്യങ്ങൾ ദൈവം അംഗീകരിക്കണം. ആ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ വചനം സ്വീകരിക്കുന്ന ആ മോഡിൽ തന്നെ വേണം അത്. അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈശോ തൊട്ടങ്ങുമ്പോൾ സുവിശേഷത്തെ വിശ്വസിക്കുക എന്നതിന് മുമ്പ് പറഞ്ഞ അനുദപിക്കുക എന്ന് പറയും. അതാണ് അല്ലേ? സുവിശേഷത്തെ വിശ്വസിക്കണ മുമ്പ് തന്നെ ഈശോ എന്ത് പറയും? അനുദപിക്കുക. 1:15 എടുത്ത് മർക്കോസിന്റെ സുവിശേഷം. മർക്കോസ് 1:15. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അനുദപിക്കണം ആദ്യം. അത് ഇതുപോലെയുള്ള മൃദുഭാവങ്ങൾ കൈവരിക്കണം. ഒറ്റ ധ്യാനം കൊണ്ട് ശരിയാകണം. അല്ലാതെ ഒരാഴ്ച എടുക്കുന്ന ധ്യാനത്തിൻ്റെ കാലം കഴിയുകയാണ് ശരിക്കും. അതിനുശേഷമുണ്ട കർത്താവ് ഉടമ്പടി തന്നത് അല്ലേ? ആ ഒരു കാലം കഴിയുമ്പോൾ ഇപ്പോൾ ഉടമ്പടിയുടെ കാലമാണ്. ഓരോന്നിനും ഓരോ കാലമല്ലേ? ഉടമ്പടി എടുത്ത് മനുഷ്യനെ ഉടമ്പടി പ്രകാരം ജീവിക്കുകയാണ്. അപ്പം ജീവിക്കുമ്പോൾ ചില ആൾക്കാർ ഭയങ്കരമായ, ഇപ്പം അശ്വതിയുടെ കാര്യം എന്താ പറയണത്? അശ്വതി പറഞ്ഞു പോലെ തന്നെ അവൾ പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ അവൾക്ക് സെറ്റ്. 1 മാസത്തിനുള്ളിൽ നീ പോകേണ്ട സ്ഥലത്തേക്ക് നിനക്ക് പോകണ്ടേ? കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഉടമ്പടി വർക്കൗട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ 1 മാസത്തിൽ തന്നെ ഒരു ഇൻ്റർവ്യൂ ആകും. അപ്പോൾ ഇൻ്റർവ്യൂ ആകുമ്പോൾ ഇവർക്ക് ഭയങ്കര പേടിയാവും. എന്താ കാര്യം? ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂവിന് ഇരുന്നിട്ടില്ല. മലയാളം മീഡിയമാണ് ആൾ. ഇംഗ്ലീഷ് കേട്ടാൽ പോലും അവരുടെ ഫൊണാറ്റിക്സും പ്രൊനൗൺസിയേഷനും ഒന്നും ക്യാച്ച് ചെയ്യത്തില്ല. കാരണം പല പ്രശ്നങ്ങളാണ്. നമുക്ക് പല പ്രശ്നങ്ങളേ ഉള്ളൂ.
കർത്താവിന് ഒരു പ്രശ്നമേ ഉള്ളൂ. എന്താണ്? കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ നീ തയ്യാറാണെന്ന് മാത്രമേ. നമുക്ക് പല പ്രശ്നമാണ്. എനിക്ക് പേടിയാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, എനിക്ക് അവർ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഞാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല, നമുക്ക് പല പ്രശ്നമാണ്. കർത്താവിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താണ്? മെറിറ്റുകൾ അവസാനിക്കുന്നിടത്ത് നോട്ട് ബൈ മെറിറ്റിൽ ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് നിമ്മി വർഗീസ്. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് OET പരീക്ഷ 10 തവണ എഴുതി. ആദ്യത്തെ 3ാമത്തെ തവണ തന്നെ എനിക്ക് സബ്ജക്റ്റുകൾ കിട്ടിയെങ്കിലും സ്പീക്കിങ്ങിന് മാത്രം 340 എല്ലാ വട്ടവും കിട്ടാറ്. ഞാൻ സ്പീക്കിങ്ങിന് വേണ്ടി മാത്രം എക്സാം എഴുതാൻ തുടങ്ങി. 7 തവണ വീണ്ടും എഴുതി. 10 തവണ എഴുതിയിട്ടും സ്പീക്കിങ്ങിന് 340 തന്നെ വന്നു നിന്നു. എൻ്റെ ആദ്യത്തെ സ്കോറ് വാലിഡ് അല്ലാതായി. ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ കൂട്ടുകാരുടെ നിർബന്ധനയാലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യത്തെ ഉടമ്പടിയുടെ സമയത്ത് നിബന്ധനകളൊന്നും ശരിയായി പാലിച്ചിരുന്നില്ല. ഞാൻ എക്സാം എഴുതി. എക്സാമിൽ വീണ്ടും 340 തന്നെ വന്നു നിന്നു. എനിക്ക് വളരെ നിരാശയായി. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ഉടമ്പടിയിൽ ജീവിക്കാനുള്ള ഒരു ധൈര്യം കിട്ടി. ഞാൻ വീണ്ടും ഉടമ്പടി നന്നായി ചെയ്യാൻ തുടങ്ങി. ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം എനിക്ക് മറക്കാനും അതൊന്നും എൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്ന വലിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും തുടങ്ങി. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറന്ന് ഞാൻ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല പിന്നീട് ഉടമ്പടിയിൽ ജീവിച്ചിരുന്നത്. എനിക്ക് ഈശോയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്താലാണ് ഞാൻ ജീവിച്ചിരുന്നത്. എങ്കിലും ഞാൻ 2 എക്സാമിന് ഒന്നിച്ച് ഡേറ്റ് എടുത്തിരുന്നു. ഞാൻ അതിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ എക്സാം എഴുതി. ആദ്യത്തെ എക്സാമിൽ സ്പീക്കിങ്ങിൽ എനിക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് കിട്ടിയത്. അതിന് ഞാൻ നന്നായി സ്പീക്കിങ്ങിൽ സംസാരിച്ചു. വളരെ കോൺഫിഡൻറ്റോടെ സംസാരിക്കാൻ എനിക്ക് പറ്റി. ഞാൻ ഉടമ്പടി കാശ് രൂപവും ഉപ്പും ഞാൻ കൊണ്ടുപോയിരുന്നു. അതെല്ലാം ഞാൻ ഉപയോഗിച്ചിരുന്നു. ആദ്യത്തെ എക്സാം കഴിഞ്ഞു. റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ 2ാമത്തെ എക്സാം എനിക്ക് എഴുതേണ്ടതുണ്ട്. അങ്ങനെ 2ാമത്തെ എക്സാമിന് ഞാൻ അധികം പ്രിപ്പയർ ചെയ്തില്ല. എന്ന് വെച്ചാൽ ആദ്യത്തെ എക്സാം എനിക്ക് കിട്ടുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. 2ാമത്തെ എക്സാം ഞാൻ എഴുതി. 2ാമത്തെ എക്സാമിൽ സ്പീക്കിങ്ങിന് എനിക്ക് അറിയാവുന്ന സബ്ജക്റ്റ് ആയിരുന്നു, അറിയാവുന്ന ടോപ്പിക്കായിരുന്നു പോലും എനിക്ക് നന്നായി പറയാനോ ഒരു വാക്ക് പോലും നന്നായി സംസാരിക്കാനോ സാധിച്ചിരുന്നില്ല. അത് കിട്ടില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ എക്സാമിനെല്ലാം കൊണ്ടുപോയിരുന്നു. ഞാൻ ഉടമ്പടി തൈലം പൂശിയിരുന്നു. കാശ് രൂപം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയിരുന്നത്. ഉപ്പ് ഞാൻ എക്സാം സെൻറ്ററിൽ വിതറിയിരുന്നു. 2ാമത്തെ എക്സാം എനിക്ക് കിട്ടില്ലെന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. അതിനാൽ ആദ്യത്തെ എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ നോക്കി. അതിൽ 340 തന്നെ കിട്ടി. ഞാൻ വളരെ നിരാശയായി. പിന്നെ ഞാൻ എക്സാമിനെ പറ്റി ചിന്തിച്ചില്ല. 2ാമത്തെ റിസൾട്ട് കിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ കൂട്ടുകാരാണ് എപ്പോഴും റിസൾട്ട് വരുമ്പോൾ എന്നോട് വിളിച്ച് പറയാറ്. 2ാമത്തെ റിസൾട്ട് വന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ അകത്ത് തന്നെ ഞങ്ങൾക്ക് ചാപ്പലുണ്ട്. ഞാൻ എപ്പോഴും അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. റിസൾട്ട് വന്നതറിഞ്ഞ് ഞാൻ ഉടനെ തന്നെ ചാപ്പലിലേക്ക് പോയി. അവിടെ മുട്ടുകുത്തി നിന്ന് പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഞാൻ റിസൾട്ട് തുറന്നു. 340 7 വട്ടവും കിട്ടി. എനിക്ക് 380 ഒന്നും പറയാത്ത ഒരു എക്സാമിന് കിട്ടിയത്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തളർന്നിരുന്നു പോയി. എനിക്ക് അമ്മയുടെ ഒരു സാക്ഷ്യം പറയണമെന്ന് മാത്രമേ ഞാൻ പിന്നീട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വളരെ സന്തോഷമായി. എനിക്ക് പിന്നീട് അങ്ങ് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കൂട്ടുകാർ മുമ്പേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുഖാന്തരം ഞാൻ അറിഞ്ഞു ന്യൂസിലാൻഡിലേക്കുള്ള നേഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഏകദേശം ക്ലോസ് ആയേക്കാണ്. ജോലി അവിടെ ആർക്കും കിട്ടുന്നില്ല, എല്ലാവരും തിരിച്ചു വരുവാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ വീണ്ടും നിരാശയിൽ. എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ അമ്മയുടെ അത്ഭുതം എങ്ങനെയാണെന്ന് ധൈര്യത്തോടെ നിന്ന് പറയാനുള്ള ഒരു സാക്ഷ്യം എനിക്ക് കിട്ടണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ ന്യൂസിലാൻഡിൽ പോയി. എനിക്ക് അവിടെ ഒരു എക്സാം എഴുതണമായിരുന്നു. ഞാനവിടെ എക്സാം എഴുതി ധൈര്യത്തോടെ. അതിനു മുമ്പ് എക്സാമിനെല്ലാം പേടിയോടെ കണ്ടിരുന്ന ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതിയ എക്സാം എല്ലാം പാസ്സാവുകയും എല്ലാം ധൈര്യത്തോടെ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചു.
ഞാൻ എക്സാം കഴിഞ്ഞു, നാട്ടിൽ തിരിച്ചു വന്നു, ജോലിക്ക് അപേക്ഷിക്കാൻ തുടങ്ങി. 500ഓളം ആപ്ലിക്കേഷൻസ് ഞാൻ അപേക്ഷിച്ചു. ഒന്നിനും എനിക്ക് റിപ്ലൈ കിട്ടിയില്ല. എല്ലാം റിജക്ഷൻ മാത്രം കിട്ടി. അറിയില്ലാത്ത ആളുകളോട് പോലും വിളിച്ച് സഹായങ്ങൾ ചോദിച്ചു. ഞാൻ സഹായം ചോദിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അമ്മ തന്ന റിസൾട്ടാണ്, അമ്മ തന്നെ എനിക്കിതിനൊരു മാർഗം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിച്ചിരുന്നു. ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ ആരോടും അപേക്ഷിക്കില്ല, ഞാൻ ആരോടും സഹായം അഭ്യർത്ഥിക്കില്ല എന്നുള്ളത്. അതും കൂടെ എന്നെ എളിമപ്പെടുത്താൻ അമ്മ ഇതിലൂടെ സാധിച്ചു. ഞാൻ സഹായം ചോദിച്ചുവെങ്കിലും ആരും ചെയ്തവരുണ്ട്, പക്ഷേ പലരുടെയും മുഖങ്ങൾ എനിക്ക് അതിലൂടെ മനസ്സിലായി. അമ്മ മാത്രമാണ് എന്നെ സഹായിച്ചത്. ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി. ജാനുവരി 29, 2025 ജാനുവരി 29 ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എൻ്റെ ആദ്യത്തെ ഉടമ്പടിയുടെ ഡേറ്റ് ഫെബ്രുവരി 6-ാം തീയതിയാണ്. ആ ദിവസം എനിക്ക് 3 ഇൻ്റർവ്യൂ ആണ് കിട്ടിയത്. ഞാൻ ഉടമ്പടി പുതുക്കിയതിന് 5 ദിവസത്തിന് ശേഷം എനിക്ക് പുതിയ 3 ഇൻ്റർവ്യൂ കോൾസ് വന്നു. അതിലെല്ലാം സ്പോൺസർഷിപ്പ് ഞാൻ നോക്കിയിരുന്നു, പക്ഷേ 3-ലും സ്പോൺസർഷിപ്പ് ഇല്ലാത്തതായിരുന്നു വന്നിരുന്നത്. അതിലാദ്യത്തെ തന്നെ അവർ തന്നെ റിജക്റ്റാക്കി. 2 എണ്ണം ഉണ്ടായിരുന്നു. അതിലും ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടില്ല. അതിൽ അവർ ആപ്ലിക്കേഷനിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് സ്പോൺസർഷിപ്പ് ഇല്ലാത്തതാണെന്ന്. ഞാൻ എന്നാലും അവരെ കോൺടാക്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ എലിജിബിൾ അല്ല, എനിക്ക് വിസ ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു നിങ്ങൾക്ക് വിസയില്ലെന്ന് ഞങ്ങൾക്കറിയാം, എങ്കിലും ഞങ്ങൾ ഇൻ്റർവ്യൂ എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാനതിൽ പാസ്സായി. ഞാനൊരിക്കലും അമ്മയോട് പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന്. എന്ന് വെച്ചാൽ അത് ഒരു അത്യാഗ്രഹമായി പോകുമെന്ന് എനിക്ക് തോന്നി. ഏതെങ്കിലും ഒരു ജോലി എവിടെയെങ്കിലും കിട്ടണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഏജ്ഡ് കെയറിലാണ് എല്ലാവർക്കും ജോലി കിട്ടിയിരുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ അപ്ലൈ ചെയ്തതല്ല ഏജ്ഡ് കെയറിലായിരുന്നു. പക്ഷേ ഞാൻ എമർജൻസിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ ആഗ്രഹം അറിഞ്ഞുകൊണ്ട് അമ്മ എനിക്ക് ഗവൺമെൻറ്റിൽ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോലി തന്നു. അടുത്ത മാസം എനിക്ക് പോവാൻ വിസ വന്നിരിക്കുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എൻ്റെ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെ എൻ്റെ പേഷ്യൻസ് അല്ലാതെ ബാക്കിയുള്ളവർക്കും സഹായം ചെയ്യുകയും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിൽ ഭക്ഷണം കൊടുക്കുകയും പിന്നെ എന്നാലാവത് വിധം പൈസയാലും ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുർബാന എന്നുള്ളത് ഞായറാഴ്ചകളിൽ മാത്രം പറ്റിയാൽ കൂടുന്ന ഒരു പ്രകൃതമായിരുന്നു എൻ്റേത്. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും കുർബാന കൂടിയില്ലെങ്കിൽ ഒരു ഉറക്കം വരാത്ത ഒരവസ്ഥയിലേക്ക് എനിക്ക് മാറിയിരിക്കുന്നു. ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നു എനിക്ക് ഇനിയും ചെല്ലുന്ന സ്ഥലത്ത് എന്നും കുർബാന കൂടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമേ എന്ന്. മനസ്സിൽ ഒത്തിരി ആളുകളോട് ക്ഷമിക്കാൻ കഴിയില്ലാതെ ഒത്തിരി വിഷമങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചു. എല്ലാവരോടും സ്നേഹത്തോടെ നിൽക്കാനും ദേഷ്യം കുറയ്ക്കാനും എല്ലാം ഉടമ്പടിയിലൂടെ സാധിച്ചു. പത്രം ഞാനിവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി എല്ലാവരോടും എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പത്രങ്ങൾ കൊടുക്കാറ്. ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന അമ്മയ്ക്കും തിരുക്കുമാറിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പരിശുദ്ധമായി അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ദേവുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ടെസ്സി എബ്രഹാം. ഇതെൻ്റെ അച്ചാച്ചനാണ്, ടി കെ എബ്രഹാം, കുമരകം നാമനസ്രത്തുപള്ളി ഇടവക. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019 മാർച്ചിലാണ്. അതിനുശേഷം എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ല, കോവിഡൊക്കെ കാരണം. ഞാൻ കുവൈറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. നേരിട്ട് വന്ന് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഓൺലൈനിൽ പുതുക്കി ഉടമ്പടി ജീവിതം നയിച്ചു പോന്നു. ഉടമ്പടി വസ്തുക്കൾ അന്ന് മുതൽ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എപ്പോൾ അവധിക്ക് വന്നാലും ഉടമ്പടി വസ്തുക്കൾ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ മേടിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ അതൊരു ബലവും ഒരു സംരക്ഷണവുമായി തോന്നിയിരുന്നു. ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം, എൻ്റെ അച്ചാച്ചന് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 17-ാം തീയതി വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. വളരെ സീരിയസ് ആയിരുന്നു.
മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു. 2 സൈഡിലെയും റിബ്സ് ഫ്രാക്ചറായി, ഈ ഷോൾഡർ ബോൺ ഫ്രാക്ചറായി, കാല് ഫ്രാക്ചറായി, തലയ്ക്ക് ഫ്രാക്ചറായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ലങ്സിന് ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഈ റിബ്സ് പൊട്ടി ലങ്സിലോട്ട് പോയിട്ട് ലങ്സിൽ ബ്ലീഡിങ്ങും അതുപോലെ തന്നെ എയറും കയറി. ലെഫ്റ്റ് സൈഡിലെ ലങ്സ് ഓൾമോസ്റ്റ് കൊളാപ്സ് ആയിരുന്നു. റൈറ്റ് സൈഡിലെ ലങ്സിനും ഇഞ്ചുറി ഉണ്ട്. മാക്സിമം ഓക്സിജൻ സപ്പോർട്ടിലായിരുന്നു. കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ അവർ ചെസ്റ്റ് ട്യൂബ് ഇട്ടു. പക്ഷേ അവർക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കാർഡിയോതൊറാസിക് സർജൻ അന്ന് ലീവായിരുന്നു. അതുകൊണ്ട് അവർ എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ICU ആംബുലൻസിൽ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ അങ്കിള് കാരിത്താസ് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഉടമ്പടി കാശ് രൂപം കൊണ്ടുവന്ന് അച്ചാച്ചൻ്റെ തലയിൽ വെച്ച് നന്നായി മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. ഞാൻ അമേരിക്കയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാനിത് കേട്ടപ്പോൾ മുതൽ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. മാതാവേ, അങ്ങയുടെ നീല അങ്കി കൊണ്ട് പൊതിഞ്ഞ അച്ചാച്ചനെ സൂക്ഷിക്കണമേ, യാതൊരു കോംപ്ലിക്കേഷനും കൂടാതെ ഞങ്ങൾക്ക് പഴയ അച്ചാച്ചനായിട്ട് തിരിച്ചു തരണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അച്ചാച്ചൻ ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷേ ഒരു ഉടമ്പടി ജീവിതം നയിക്കുന്നയാളായിരുന്നു. അവധി ദിവസങ്ങളിലെല്ലാം രോഗികളെ സന്ദർശിക്കുകയും അതുപോലെ തന്നെ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരെ എല്ലാവരെയും സഹായിക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. ഇനിയും അതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ബലിയർപ്പിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ICUവിൽ 10 ദിവസം കടന്നു. ICUവിൽ എപ്പോഴും കാണാൻ പോകുമ്പോൾ ഉടമ്പടി തൈലം നെറ്റിയിലും കാലിലും എല്ലാം തേച്ച് പ്രത്യേകം മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് ഉടനെ വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കാലിലും എൻ്റെ നെഞ്ചിലും എല്ലാം ഉടമ്പടി തൈലം തേച്ച് മാതാവിനോട് പ്രത്യേകം എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും അച്ഛൻ്റെ ആരാധനയും ഡെയിലി ബ്ലെസ്സിങ്ങും കൂടി പ്രാർത്ഥിക്കും. ഞാനൊരു ഉടമ്പടി ജീവിതമായിരുന്നു നയിച്ചുകൊണ്ട് പോന്നിരുന്നത്. അച്ചാച്ചന് ബ്ലഡ് തിന്നറിൻ്റെ ഗുളികകൾ കഴിക്കുന്നുള്ളതുകൊണ്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. 3-4 പ്രാവശ്യം ബ്ലഡ് കൊടുത്തു. പക്ഷേ ഹീമോഗ്ലോബിൻ എല്ലാ ദിവസവും കുറഞ്ഞു വരികയാണ്. ഞാനപ്പോൾ ഒരു ദിവസം ആരാധനയിൽ ഈ കാര്യം പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഹീമോഗ്ലോബിൻ സ്റ്റേബിളായി. പിന്നെ ബ്ലഡ് കൊടുക്കേണ്ടി വന്നില്ല. അതുപോലെ തന്നെ കാലിന് ഒരു ഫ്രാക്ചർ, അത് നോർമലായിട്ടുള്ള നേരെ കാലൊടിഞ്ഞതല്ല, ഒരു കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചറായിരുന്നു. അത് ഉടനെ തന്നെ സർജറി ചെയ്യേണ്ടതാണ്. പക്ഷേ ആൾ മെഡിക്കലി സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സർജറി ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആളിൻ്റെ ഏജ്, മെഡിക്കൽ കണ്ടീഷൻസ് എല്ലാം വെച്ചുകൊണ്ട് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു ലോങ് സർജറി ആയിരുന്നു. അന്ന് രാവിലെ ഞാൻ സർജറിയുടെ അന്ന് രാവിലെ ഞാൻ ഡെയിലി ബ്ലെസ്സിങ് കൂടിയപ്പോൾ അച്ഛൻ അന്ന് പ്രാർത്ഥിച്ചു, ഇന്ന് സർജറി ചെയ്യുന്നവർക്കെല്ലാം സൈഡ് ഇഫക്റ്റ് ഒന്നും കൂടാതെ സർജറി ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു. അതുപോലെ പല അനുഭവങ്ങളും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അച്ചാച്ചന് യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാകാതെ ഡോക്ടേഴ്സ് വെന്റിലേറ്ററിൽ കിടത്തണം വരുമായിരിക്കും എന്ന് പറഞ്ഞിരുന്നതാണ്, ലങ്സ് ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ. പക്ഷേ അതെല്ലാം യാതൊരു കോംപ്ലിക്കേഷൻസും വരുത്താതെ ഇപ്പോൾ അച്ചാച്ചന് നടക്കാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ ഞാൻ 2021 IELTS പരീക്ഷ എഴുതി അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി ആദ്യമേ ഞാൻ യൂട്യൂബൊക്കെ നോക്കി കുറച്ച് പ്രിപ്പയർ ചെയ്തു, എക്സാം എഴുതി. ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിച്ചു. പക്ഷേ എനിക്ക് ഒരു 0.5 വ്യത്യാസത്തിൽ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്വല്പത്തിൻ്റെ കുറവിലല്ലേ ഉള്ളൂ, അടുത്ത പ്രാവശ്യം പിന്നെയും ഞാൻ തന്നെ കുറച്ചുകൂടെ പരിശ്രമിച്ചു, ഒന്നുകൂടെ എഴുതി. പക്ഷേ അപ്പോഴെനിക്ക് 1 പോയിൻറ്റും കൂടെ കുറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവ് കൊണ്ട് രക്ഷയില്ല. മാതാവിനെ പിന്നെ ഞാൻ മുറുകെ പിടിച്ചു. പഠിത്തത്തോടൊപ്പം പ്രാർത്ഥനയെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. മെയ് മാസം വണക്കം കൂടി. അതുപോലെ തന്നെ എല്ലാ ദിവസവും മാതാവിൻ്റെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ, സാധാരണ ഞാൻ പരീക്ഷകൾ എഴുതുമ്പോൾ അവസാന നിമിഷം വരെ ഇങ്ങനെ ടോപ്പിക്സുകൾ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അന്ന് ഞാൻ ടോപ്പിക്സ് ഒന്നും നോക്കിയില്ല, കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു, കണ്ടിന്യൂസ് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. എക്സാമിനറിൻ്റെ അടുത്തോട്ട് പോകുന്നിടം വരെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് എന്തെന്നില്ലാതൊരു ആത്മവിശ്വാസം കിട്ടി. എനിക്ക് ആ പരീക്ഷയിൽ എക്സാമിനർ എന്നെ വളരെ ശ്രദ്ധിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുന്നു നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം. ആ പരീക്ഷയ്ക്ക് എനിക്ക് ആവശ്യമായ സ്കോർ ലഭിച്ചു. അങ്ങനെ എനിക്ക് അമേരിക്കയിലേക്ക് പോകാനായിട്ട് സാധിച്ചു. അതുപോലെ അവിടെ ഞാൻ 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ പല ഹോസ്പിറ്റലുകളിലും ഞാൻ അപ്ലൈ ചെയ്തു.
ഞാൻ എൻ്റെ കഴിവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ചു എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, വളരെ ഈസിയായി എനിക്ക് അടുത്തൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ പല ആപ്ലിക്കേഷൻസും കൊടുത്തു, ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു, ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു, ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, അതുപോലെ ഒരു സാലറിയും ഞാനിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഡേറ്റ് തീരുന്നതിന് 2 ദിവസം മുമ്പ് മേരി എന്ന് പറയുന്ന ഒരു റിക്രൂട്ടർ എന്നെ വിളിക്കുകയും ഞാൻ എഴുതി വെച്ചതിനെക്കാട്ടിലും നല്ല സാലറിയിൽ എനിക്കൊരു നല്ല ഹോസ്പിറ്റലിൽ ജോലി ശരിയാവുകയും ചെയ്തു. അതുപോലെ അനേകം അനുഗ്രഹങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഞാനൊരു നേഴ്സായതുകൊണ്ട് ഞാനൊരു സർവീസ് തന്നെയാണ് ചെയ്യുന്നത്. ഒത്തിരി ഓൾഡ് ഏജ് പീപ്പിളുണ്ട്, അവരെ എല്ലാം ആത്മാർത്ഥമായി നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക സഹായവും ആവശ്യമുള്ളവർ, ഞാൻ അറിയുന്നവരാണേലും അറിയാത്തവരാണേലും എൻ്റെ കഴിവിൽ സാധിക്കുന്നത് പോലെ അവരെ എല്ലാം സഹായിക്കാറുണ്ട്. പത്രം ഞാൻ എൻ്റെ സഹപ്രവർത്തകർക്കും എല്ലായിടത്തും കൊടുക്കാറുണ്ട്. അവർ പത്രം കൊടുക്കുമ്പോൾ നീ പറയുന്ന കേട്ടിട്ട് എനിക്ക് രോമാഞ്ചം വരുന്നുവെന്ന് എന്നോടൊരു ഫിലിപ്പിനോ പറഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ചയിലെ ആരാധന എപ്പോഴും കാണുന്നുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി ബ്രെഡിൽ കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളുടെ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ അമേരിക്കയിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങളുടെ ഫ്ലൈറ്റിൽ ഒരാൾക്ക് മെഡിക്കൽ എമർജൻസി ആയിട്ട് അബുദാബിയിൽ ഇറങ്ങുന്നതിന് പകരം ജർമ്മനിയിൽ ലാൻഡ് ചെയ്തു എമർജൻസി ആയിട്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ ഒത്തിരി ആൾക്കാർ, കൊച്ചു പിള്ളേരുണ്ട്, പ്രായമായവരുണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അവർക്ക് അടുത്ത ഫ്ലൈറ്റിന് അടുത്ത സ്ഥലത്തോട്ട് പോകേണ്ടതാണ്. ഞങ്ങളൊരു 2.5 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു. ഞാനതിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് വൈഫൈ കിട്ടിയപ്പോൾ ഡെയിലി ബ്രെഡ് കൂടി. അപ്പോൾ അച്ഛൻ അതിനകത്ത് പറഞ്ഞത് യാത്രാക്കുരുക്കുകൾ, യാത്രയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന തുടങ്ങി തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ അനൗൺസ്മെൻ്റ് ഉണ്ടായി, ഉടനെ തന്നെ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഫ്ലൈറ്റ് വിടുമെന്ന്. അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ അനുഗ്രഹത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.